കാസർഗോഡ് വീട് കുത്തിത്തുറന്ന് മോഷണം. പൈവളികെ കയ്യാറിൽ ഹോട്ടൽ വ്യാപാരി യൂസഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 10 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. സിജു കണ്ണനുണ്ട് വിവരങ്ങളുമായി. സിജു, എപ്പോഴായിരുന്നു ഈ മോഷണം നടന്നത്? പ്രതിയെ പിടികൂടുവാനുള്ള ശ്രമങ്ങൾ ഏതു തരത്തിൽ മുന്നോട്ട് പോകുന്നു? സിന്ദൂരി, ഞായറാഴ്ച രാത്രിയാണ് സംഭവം. പൈവളിക പഞ്ചായത്തിലെ കയ്യാറിൽ താമസിക്കുന്ന ഹോട്ടൽ വ്യാപാരിയായ യൂസഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കുടുംബം ഞായറാഴ്ച രാത്രി പള്ളിയിൽ പോയിരുന്നു. പള്ളിയിൽ സ്വലാത്ത് പരിപാടിക്ക് പോയതിന്റെ ഇടവേളയിലാണ് മോഷണം. 1 മണിക്കൂറിനിടയിലാണ് മോഷണം നടന്നത് എന്നാണ് വ്യക്തമായിട്ടുള്ളത്. വീട് പൂട്ടിപ്പോയ വീട്ടുകാർ 8:30യോടെയാണ് തിരിച്ചെത്തിയത്. വീട്ടിനകത്ത് കയറി നോക്കുമ്പോൾ വീട്ടിനകത്ത് വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിൽ നിരവധി മാറ്റങ്ങൾ കണ്ടു. തുടർന്ന് കിടപ്പുമുറിയിലെത്തിയപ്പോൾ അലമാരകൾ പൂർണ്ണമായും തകർത്ത് അതിനകത്തുള്ള വസ്ത്രങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. നിലവിൽ മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെ തെളിവുകൾ ശേഖരിക്കുന്നതിലെത്തും. സിന്ദൂരി. ശരി സിജു, എന്തായാലും കാസർഗോഡ് പൈവളകയിലാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത്. 10 പവന്റെ ആഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. വിവരങ്ങളാണ് സിജു കണ്ണൻ പങ്കുവച്ചത്.